ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തേക്കാണ്. ടേക്ക് വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്. ആ വാട്ടറിലേക്ക് കുറച്ച് ചോക്ക് പൗഡർ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ ചോക്ക് പൗഡറും വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതമാണ് ഈ ബീക്കറിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഈ ചോക്ക് പൗഡറും വാട്ടറും മിക്സ് ചെയ്യുമ്പോൾ ചോക്ക് പൗഡർ അവിടെ കംപ്ലീറ്റ്ലി ഫുള്ളി ഡിസോൾവ് ആവോ ഇല്ല, അതിന്റെ തരികൾ അവിടെ ഇവിടേക്കായിട്ട് പൊങ്ങിക്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അത്തരം ഒരു മിശ്രിതത്തിന്, അതായത് ആ ഇട്ടേക്കുന്ന ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാണ്ട് അത് അവിടെ ഇവിടേക്കായിട്ട് ഒരു പൊടി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടിക്കിൾ പോലെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഒരു മിശ്രിതത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻ അഥവാ കൊളോയിഡ് ലിക്വിഡ്. അപ്പൊ അങ്ങനത്തെ ഒരു ലിക്വിഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലൂടെ ഒരു ടോർച്ച് ലൈറ്റിനെ കടത്തിവിടുന്നുണ്ട്. ടോർച്ച് ലൈറ്റിനെ കടത്തിവിടുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഒബ്സർവ് ചെയ്യാൻ കഴിയുക? ഈ ലൈറ്റ് പോകുന്ന ഈ പാത്ത് ക്ലിയർലി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൻഡൽ എഫക്റ്റ്. ഇനി 2-3 ചോദ്യങ്ങളിവിടെ വരും. ഇവിടെ ഈ ലൈറ്റിന്റെ പാത്ത് എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്? ദിസ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ വിസരണം മൂലമാണ് നമുക്ക് ഈ ലൈറ്റിന്റെ പാത്ത് ക്ലിയർലി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റിന്റെ സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. 2, എടുത്തിരിക്കുന്ന ആ മിശ്രിതം എന്ന് പറഞ്ഞത് ഒരു സസ്പെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൊളോയിഡ് ലിക്വിഡ് ആയിരിക്കണം. അപ്പൊ ഈ 2 കാര്യങ്ങളൊന്ന് ഓർക്കാം. ഇവിടെ നോക്കിയേ, ഇൻ വിന്റർ സീസണിൽ പാത്ത് ഓഫ് ദ ലൈറ്റ് ത്രൂ ദ ഗ്യാപ്സ് ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ ക്യാൻ ബി ക്ലിയർലി ഡ്യൂ ടു സ്കാറ്ററിംഗ്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് വിന്റർ സീസൺ, ശൈത്യകാലത്ത് നമ്മുടെ ഈ ട്രീസ് നോക്കുമ്പോൾ ആ ബ്രാഞ്ചിന്റെ ഇടയിലൊക്കെ ലൈറ്റ് ക്ലിയർലി നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ എന്താണ് ആൻസർ ചെയ്യുക? ദിസ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വിസരണം മൂലമാണ് നമുക്ക് ആ ലൈറ്റ് നമുക്ക് ക്ലിയർലി, ആ ലൈറ്റിന്റെ പാത്ത് ക്ലിയർലി നമുക്ക് മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ കാണാൻ സാധിക്കുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ടിൻഡൽ എഫക്റ്റ് എന്താണ് എന്നുള്ള ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, when light ray passes through a colloidal liquid or suspension. കണ്ട, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു ലൈറ്റ് റേ കൊളോയിഡ് ലിക്വിഡിൽ കൂടെയോ അല്ലെങ്കിൽ സസ്പെൻഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അവയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അവയ്ക്ക് സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. കോസിങ് ടൈനി പാർട്ടിക്കിൾ ടു ബിക്കം ഇലുമിനേറ്റഡ്. ടൈനി പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആ സസ്പെൻഷനിൽ അലിയാണ്ട് കിടക്കുന്ന കുറച്ച് പാർട്ടിക്കിൾ ഉണ്ട്, നമ്മൾ മുമ്പേ പറഞ്ഞു. ആ പാർട്ടിക്കിൾ ഇലുമിനേറ്റ് ചെയ്യും, പ്രകാശിക്കും. മേക്കിംഗ് ദ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ. അതുകൊണ്ട് അവ പ്രകാശിക്കുന്നത് കൊണ്ട് ആ ലൈറ്റിന്റെ പാത്ത് എന്ന് പറഞ്ഞത് നമുക്ക് ക്ലിയർലി വിസിബിൾ ആവും, ക്ലിയർലി അത് കാണാൻ സാധിക്കും. ഈ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചിരിക്കണം. സ്കാറ്ററിംഗിന്റെ ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ പാർട്ടിക്കിളിന്റെ സൈസും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതാണ് ഈ പോയിന്റ് പറയുന്നത്. ദ ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിംഗ് ഡിപ്പെൻഡ് അപ്പോൺ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ കൊളോയിഡ്. ആസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്, ആ കൊളോയിഡ് ലിക്വിഡിലുള്ള പാർട്ടിക്കിളിന്റെ സൈസ് കൂടുമ്പോൾ ആര് കൂടും? ഇന്റൻസിറ്റി, സ്കാറ്ററിംഗിന്റെ ഇന്റൻസിറ്റിയും അവിടെ കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഒരു മിശ്രിതം അഥവാ സസ്പെൻഷനിലെ അല്ലെങ്കിൽ കൊളോയിഡ് ലിക്വിഡിലെ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുമ്പോൾ സ്കാറ്ററിംഗും കൂടും. പാർട്ടിക്കിളിന്റെ സൈസ് കുറയുമ്പോൾ സ്കാറ്ററിംഗും കുറയും. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് സസ്പെൻഷൻ ആണെന്ന് തന്നാൽ മാത്രമേ അവിടെ ടിൻഡൽ എഫക്റ്റ് നടക്കുള്ളൂ. പിന്നെ സ്കാറ്ററിംഗിന്റെ ഇന്റൻസിറ്റി കൂടണമെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ സൈസ്, ഈ സസ്പെൻഷനിലുള്ള പാർട്ടിക്കിളിന്റെ സൈസും കൂടിയിരിക്കണം. ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കും. ബ്ലൂ കളർ ഓഫ് ദ സ്കൈനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ്? അവിടെ ആകാശത്തുള്ളത് സൺലൈറ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് സൺലൈറ്റ്. ലൈറ്റ്, അവിടെ ലൈറ്റ് ഉള്ളത്, ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം സണ്ണിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ സൺലൈറ്റിന്റെ സ്കാറ്ററിംഗ് മൂലമാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം. പരീക്ഷയ്ക്ക് വരും കേട്ടോ ക്വസ്റ്റ്യൻ. ഇനി വിച്ച് കളർ അണ്ടർഗോ മാക്സിമം സ്കാറ്ററിംഗ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗിന് വിധേയമാകുന്ന കളർ ഏതാണ്? വിബ്ജിയോർ. അതിൽ വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗിന് വിധേയമാകുന്നത്. വിച്ച് കളർ ഓഫ് ദ ലൈറ്റ് സ്പ്രെഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഏത് കളറാണ് അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ആവുന്നത്? ബ്ലൂ കളറാണ്, നമുക്കറിയാം. അതിന്റെ കാരണം എന്താണ്? വെൻ സൺലൈറ്റ് ട്രാവൽ ത്രൂ ദ അറ്റ്മോസ്ഫിയർ ടു റീച്ച് ദ എർത്ത്. അതായത് എർത്തിലെത്താൻ വേണ്ടിയിട്ട് സൺലൈറ്റ് ഒരുപാട് ദൂരം അന്തരീക്ഷത്തിലൂടെ ട്രാവൽ ചെയ്യും. സം ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് അണ്ടർഗോ സ്കാറ്ററിംഗ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ എയർ. അതായത് ഈ സമയം എയറിൽ കൂടെ അത് പാസ് ചെയ്യുമ്പോൾ
അതിന്റെ ചില കമ്പോണന്റ് കളേഴ്സ് സ്കാറ്ററിങ്ങിന് വിധേയമാകും. അപ്പൊ സൺലൈറ്റിൽ 7 കളേഴ്സ് നമ്മൾ പറഞ്ഞു, അതിൽ ചില കളേഴ്സ് സ്കാറ്ററിങ്ങിന് വിധേയമാകും. ഈ ഒരു അടുത്ത സെന്റൻസ് നോക്കാണ്ട് തന്നെ നമുക്കറിയാം ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് ആണ് മോസ്റ്റ്ലി സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നത്. അപ്പൊ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ഈ 3 കളേഴ്സ് ആണ് പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. എന്തുകൊണ്ടാണ്? അതിന്റെ ഷോർട്ടർ വേവ് ലെങ്ത് മൂലം. ദി സ്കാറ്റേർഡ് ലൈറ്റ് സ്പ്രെഡ് ഇൻ ദ സ്കൈ. ഈ 3 കളറും മിക്സ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് സ്കൈയിൽ സ്പ്രെഡ് ആവും. ഈ റിസൾട്ടന്റ് സ്കാറ്റർ ലൈറ്റ് ഒബ്സർവറിന്റെ അയ്യിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വിഷൻ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ദ ബ്ലൂ കളറാണ്. അതായത് ആകാശം നീല നിറത്തിലിരിക്കുന്നത് പോലെയാണ് ഒബ്സർവറിന് തോന്നാം. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് കേട്ടോ. ഏത് കളറാണ് അവിടെ ഫസ്റ്റ് സ്കാറ്റർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, ഇതിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ കാരണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിംഗ് സൺ. ഈ സൺസെറ്റിന്റെ സമയത്തും സൺറൈസിന്റെ സമയത്തും സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്ന 3 കളർ ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ, ഓറഞ്ച്. ഈ 3 കളറിന്റെ ഒരു സമന്വയമായിട്ട് വേണം നമുക്ക് ഈ ഒരു സൂര്യനെ കാണാൻ സാധിക്കുക, അല്ലേ? അപ്പോ ഇവിടെ നോക്കി, ദ ഡിസ്റ്റൻസ് ദാറ്റ് ദ സൺറൈസ് ട്രാവൽ ത്രൂ ദ അറ്റ്മോസ്ഫിയർ ടു റീച്ച് ദ എർത്ത് ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് കമ്പയർഡ് ടു അതർ ടൈംസ്. നമ്മൾക്കറിയാം സൺറൈസ് അന്തരീക്ഷത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ സൺസെറ്റിന്റെയും സൺറൈസിന്റെയും സമയത്ത് ഈ സൺലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞത് മറ്റ് സമയങ്ങളിൽ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ? കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ട് വേണം ഭൂമിയിലെത്താൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് മോർ ആണ്. മോർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് വേണം സൺറൈസിന്റെ സമയത്തും സൺസെറ്റിന്റെ സമയത്തും ഈ സൺലൈറ്റിന് ഭൂമിയിലെത്താൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ മോർ ആണ്. വിച്ച് കളർ അണ്ടർഗോ ലീസ്റ്റ് സ്കാറ്ററിംഗ് അറ്റ് ദീസ് ടൈം? അപ്പൊ കുറവ് സ്കാറ്ററിങ്ങിന് വിധേയമാകുന്ന കളർ ഏതാണ്? കൂടുതൽ സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നത് വയലറ്റ് ആണെങ്കിൽ ലീസ്റ്റ് സ്കാറ്ററിങ്ങിന് വിധേയമാകുന്ന കളർ ഏതാണ്? റെഡ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, റെഡിനാണ്. ഇനി ഓറഞ്ചും യെല്ലോയും ഒക്കെ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് തന്നെയാണ്. ഈ റെഡും യെല്ലോ, ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞത് ലോങ്ങർ വേവ് ലെങ്ത് ആയതുകൊണ്ട് അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് അറ്റ്മോസ്ഫിയറിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. അതിന് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള കളറിന്റെ പ്രത്യേകത. അപ്പോൾ ലീസ്റ്റ് സ്കാറ്ററിങ്ങിന് വിധേയമാകുന്ന കളർ ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ആണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് കളർ വിൽ ബി പ്രോമിനന്റ് ഇൻ ദ ലൈറ്റ് റീച്ചിങ് ദ എർത്ത്? ഏത് കളറാണ് എർത്തിലെത്തുമ്പോൾ അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ സൺറൈസിന്റെയും സൺസെറ്റിന്റെയും സമയത്ത്? എന്താണ്? ഇൻ ദ മോർണിംഗ് ആൻഡ് ഇൻ ദ ഈവനിങ് സൺലൈറ്റ് ആസ് ടു ട്രാവൽ മോർ ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാലോ ഈവനിങ്ങിലും മോർണിംഗിലും, അതായത് സൺറൈസിന്റെ സമയത്തും സൺസെറ്റിന്റെ സമയത്തും സൺലൈറ്റിന് ഒരുപാട് ദൂരം മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എർത്തിൽ എത്തിച്ചേരാൻ. അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് ഒക്കെ സ്കാറ്റർ ചെയ്ത് പോകും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് സ്കാറ്ററിങ്ങിന് വിധേയമാകാതെ, അതെ, അവിടെ ലീസ്റ്റ് സ്കാറ്ററിംഗ് ആണ് അവയ്ക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരുപാട് ദൂരം സ്കാറ്ററിംഗ് ഇല്ലാണ്ട് സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സൂര്യൻ എന്ന് പറഞ്ഞത് റെഡിലോ യെല്ലോയിലോ ഓറഞ്ചിലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കളേഴ്സിന് ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് സാധാരണ സൂര്യനെ കാണാൻ സാധിക്കുന്നത് റെഡ് കളറിലായിരിക്കും. എന്തുകൊണ്ടാണ്? റെഡ് കളറിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ആൻഡ് വിഷൻ, അതായത് കണ്ണും കണ്ണിന്റെ കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയാന്നുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഹൗ ഡു ഐസ് എനേബിൾ വിഷൻ? നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള ലെൻസ് അതിന്റെ ഇമേജ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ്? അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടാ, നമ്മുടെ കണ്ണിലുള്ള ആ ലെൻസിന്റെ പേരെന്താണ്? അത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസിനെ നമ്മുടെ കണ്ണില് പിടിച്ചു നിർത്തിയേക്കുന്നത് അല്ലെങ്കിൽ അത് അതിൻ്റെതായ സ്ഥാനത്ത് സൂക്ഷിച്ചിരിക്കുന്ന മസിൽ ഏതാണ്? സീലിയറി മസിൽ. അപ്പൊ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ മസിലാണ് സീലിയറി മസിൽ. ഈ സീലിയറി മസിലിന്റെ ജോലി എന്താണ്? നമ്മുടെ ആ കോൺവെക്സ് ലെൻസിനെ അതിൻ്റെതായ സ്ഥാനത്ത് പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ജോലിയാണ് സീലിയർ മസിൽസിന് ഉള്ളത്. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. ടേക്ക് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ. ഒരു കോൺവെക്സ് ലെൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് 10 സെന്റിമീറ്റർ ആണ്. പ്ലേസ് എ ബേണിംഗ് കാൻഡിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 സെന്റിമീറ്റർ എവേ ഫ്രം ദ ലെൻസ്. അപ്പൊ ഈ ബേണിംഗ് കാൻഡിൽ എന്ന് പറഞ്ഞതാണ് ഒബ്ജക്റ്റ്. ലെൻസിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലത്തിലായിട്ട് ഒരു ബേണിംഗ് കാൻഡിൽ, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി നമ്മൾ പ്ലേസ് ചെയ്തു.
അഡ്ജസ്റ്റ് ദ പൊസിഷൻ ഓഫ് ദ സ്ക്രീൻ. ഈ ഒരു ലെൻസിന്റെ ബാക്കിലായിട്ട് ഒരു സ്ക്രീൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്രീനിന്റെ പൊസിഷൻ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഈ ബേണിംഗ് ക്യാൻഡിലിന്റെ കറക്റ്റ് ഇമേജ്, ക്ലിയർ ഇമേജ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പൊ സ്ക്രീൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിന് നടക്കുന്ന കാര്യങ്ങൾ. അതായത് ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ നമ്മുടെ ഈ കണ്ണിന്റെ കോൺവെക്സ് ലെൻസിലൂടെ കടന്നിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുണ്ട്, കണ്ട ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മുടെ കണ്ണിലെ ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലം ഏതാണ്? റെറ്റിനയാണ്. ഇനി ഇതൊരു കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് കൺവേർജിങ് ലെൻസ്. കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേനെ ഒരുമിച്ച് കൂട്ടുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അതുകൊണ്ടാണ് അതിനെ കൺവേർജിങ് ലെൻസ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പൊ ഈ ഇമേജ് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ, ഈ ലൈറ്റ് റേ കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ ഫോൾ ചെയ്യാൻ ഈ ലെൻസ് സഹായിക്കും. അപ്പൊ ഈ ഒരു ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാ റേയും, ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ റേയും റെറ്റിനയിൽ വന്ന് വീഴുന്നു. അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കണ്ണിലും നടക്കുന്നത്. ഇനി നോക്കിയേ, നമ്മുടെ ഒബ്ജക്റ്റിനെ ആദ്യം വെച്ചിരിക്കുന്നത് 20 സെന്റിമീറ്റർ അകലത്തിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 30 സെന്റിമീറ്റർ അകലത്തിൽ വെക്കുക. പക്ഷെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അതേപോലെ നിലനിർത്താം. 10 സെന്റിമീറ്റർ തന്നെയാണ് ഫോക്കൽ ലെങ്ത്. അവിടെ ഒരു ക്ലിയർ ഇമേജ് ഫോം ചെയ്യോ സ്ക്രീനിൽ? ഒരിക്കലും ഇല്ല. ഇവിടെ നമ്മൾ മാറ്റിയേക്കുന്നത് ഒബ്ജക്റ്റിന്റെ ദൂരം മാത്രമേ മാറ്റുള്ളൂ. ഒബ്ജക്റ്റിന്റെ ദൂരം മാറ്റുന്നതിനൊപ്പം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിനും മാറ്റം സംഭവിച്ചിരിക്കണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഒബ്ജക്റ്റിൽ നിന്നുള്ള, ലെൻസിൽ നിന്നുള്ള ഒബ്ജക്റ്റിന്റെ ദൂരം മാറ്റുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും അവിടെ മാറ്റിയിരിക്കണം. ഇനി നമ്മളൊന്ന് മാറ്റി നോക്കണം. ഫോക്കൽ ലെങ്ത്തിന്റെ 10 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഫോക്കൽ ലെങ്ത് 12 സെന്റിമീറ്റർ ഉള്ള ലെൻസ് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ക്ലിയർ ഇമേജ് കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ദൂരം മാറ്റിയപ്പോൾ നമ്മൾ ഫോക്കൽ ലെങ്ത്തും അത് കൂടെ മാറ്റി. അപ്പോൾ നമുക്കൊരു ക്ലിയർ ഇമേജ് അവിടെ കിട്ടും. അപ്പൊ ഇതിന് എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഡിഫറെന്റ് പൊസിഷൻ, ഒബ്ജക്റ്റ് എവിടെ കൊണ്ടുവച്ചാലും നമുക്ക് ഈ ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും കൂടെ അവിടെ മാറ്റിയിരിക്കണം. ഈ ഒബ്ജക്റ്റ് അവിടെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ നമുക്കൊരു ക്ലിയർ ഇമേജ് അവിടെ കിട്ടില്ല. ഒബ്ജക്റ്റിന്റെ സ്ഥാനം മാറ്റുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും മാറ്റിയിരിക്കണം. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കണ്ണിലും നടക്കുന്നത്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ നോക്കുന്നുണ്ട്, നിയർ ഒബ്ജക്റ്റിനെ നോക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കണ്ണിലുള്ള ഫോക്കൽ ലെങ്ത്തിനും ചേഞ്ച് സംഭവിക്കണം. നമ്മുടെ കണ്ണിലുള്ള ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിനും ചേഞ്ച് സംഭവിക്കണം. അതെങ്ങനെ ചേഞ്ച് സംഭവിക്കും? അത് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ സീലറി മസിൽസ് ആണ്. സീലറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. ഒരു സന്ദർഭത്തിൽ അത് കോൺട്രാക്ട് ചെയ്യും, ഒരു സന്ദർഭത്തിൽ അത് റിലാക്സ് ചെയ്യും. അപ്പോൾ ഈ സീലറി മസിൽസ് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചേഞ്ച് ചെയ്യും. ഒന്ന്, ലെൻസിന്റെ കർവേച്ചറും ചേഞ്ച് ചെയ്യും, അതോടൊപ്പം ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും ചേഞ്ച് ചെയ്യും. ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അടുത്തുള്ളതായിക്കോട്ടെ അകലുള്ളതായിക്കോട്ടെ, എങ്ങനത്തെ ഒബ്ജക്റ്റ്, എവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ നോക്കിയാലും നമ്മുടെ ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറണം. അത് ആരാ ചെയ്യുന്നത്? നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ സീലറി മസിൽസ് ആണ് അത് ചെയ്യുന്നത്. സീലറി മസിൽസ് ഒരു സമയത്ത് റിലാക്സ് ചെയ്യും, ഒരു സമയത്ത് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങും അഥവാ സങ്കോചിക്കും. റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിൽ തന്നെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കും. അപ്പൊ രണ്ട് സന്ദർഭത്തിൽ ഇവ റിലാക്സ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ മാറും. ഒന്ന്, ലെൻസിന്റെ കർവേച്ചർ മാറും, അതുപോലെ തന്നെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറും. ഇനി സീലറി മസിൽസ് എപ്പോഴാണ് കോൺട്രാക്ട് ചെയ്യുക? അതിന് ഫസ്റ്റത്തെ പോയിന്റ്, നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ സീലറി മസിൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും അഥവാ ചുരുങ്ങും അല്ലെങ്കിൽ സങ്കോചിക്കും. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഒന്ന്, ലെൻസിന്റെ കർവേച്ചർ കൂടും, ഫോക്കൽ ലെങ്ത് കുറയും. കണ്ട, ഇതൊന്നും തെറ്റിപ്പോവരുത്. സീലറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് നമ്മൾ നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ സീലറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഇത് കോൺട്രാക്ട് ചെയ്യുന്നത് മൂലം ലെൻസിന്റെ കർവേച്ചർ കൂടും, ഫോക്കൽ ലെങ്ത് കുറയും. ഇനി എപ്പോഴാണ് ഒരു സീലറി മസിൽസ് റിലാക്സ് ചെയ്യുക? നമുക്കറിയാം, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ, വളരെ അകലുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ സീലറി മസിൽസ് റിലാക്സ് ചെയ്യും. സീലറി മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ലെൻസിന്റെ കർവേച്ചറിന് എന്ത് സംഭവിക്കും? ലെൻസിന്റെ കർവേച്ചർ കുറയും, ഫോക്കൽ ലെങ്ത് കൂടും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കണം.
അത് ഐന്റെ നമ്മുടെ കണ്ണിന്റെ ഒരു എബിലിറ്റി ആണ്. എന്ത് എബിലിറ്റിയാണ് വരുന്നത് അവിടെ? അതായത് ഒന്ന് ലെൻസിന്റെ കർവേച്ചറിനെ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ കണ്ണിന്റെ എബിലിറ്റി. ഏത് സന്ദർഭങ്ങളിൽ? ഈ ഇമേജസ്, നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജസ് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ ഫോളോ ചെയ്യും. അത് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, കറക്റ്റ് അതിന്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ ഫോൾ ചെയ്യത്തക്ക വിധം അല്ലെങ്കിൽ റെറ്റിനയിൽ വന്ന് വീഴത്തക്ക വിധം നമ്മുടെ കണ്ണ് ഈ ലെൻസിന്റെ കർവേച്ചറിനെയും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്തിനെയും അഡ്ജസ്റ്റ് ചെയ്യും. ആ കണ്ണിന്റെ എബിലിറ്റി, അത്തരം ആ ഒരു എബിലിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ക്വസ്റ്റ്യൻ നോക്കി, വിൽ ക്ലിയർ ഇമേജസ് ബി ഫോംഡ് ഓൺ ദ റെറ്റിന വെൻ ഒബ്ജക്റ്റ് ആർ കെപ്റ്റ് വെരി ക്ലോസ് ടു ദ ഐ. നമ്മുടെ കണ്ണിനോട് ഏറ്റവും അടുത്ത് പിടിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്താ പറയുക, റെറ്റിനയിൽ ക്ലിയർ ആയിട്ട് ഫോം ചെയ്യും? ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മുടെ ഇച്ചിരി ദൂരം, അതായത് കറക്റ്റ് ദൂരം നമ്മൾ പിന്നീട് പഠിക്കും. അടുത്തൊരു പാരഗ്രാഫ് അതാണ്. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റും നമ്മുടെ കണ്ണും തമ്മിൽ ഇത്ര അകലത്തിൽ വന്നാലേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് ഇമേജ് നമ്മുടെ റെറ്റിനയിൽ ഫോൾ ചെയ്ത് അവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ ഒരിക്കലും ഇമേജ് ഫോം ചെയ്യില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ.